ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിഷ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു. വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ മാന്തൽ കറി ഉണ്ടാക്കാവുന്നതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് തേങ്ങ അരയ്ക്കാത്ത മാന്തൽ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിപ്പം ചട്ടി ഇവിടെ വെച്ചിട്ട് തീ കത്തിക്കാം കേട്ടോ. തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. നല്ല ചെറുള്ളി നമ്മളിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിന് അധികം ഇതാക്കൊന്നും വേണ്ട. നമ്മൾ ഇത് ഏകദേശം ഇതൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ 2 തക്കാളി ഇവിടെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ തക്കാളി ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർക്കേണ്ട ചേരുവകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഫിഷ് മസാല 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ നമുക്ക് കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ അതിന് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തയ്യാറാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാല പിടിക്കാൻ വേണ്ടിയാണേ. നല്ല രുചിയും നല്ല ടേസ്റ്റും. പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിലൊരു മസാല തയ്യാറാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അരച്ച് അത് പാകത്തിന് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ പുളി നമ്മൾ വെള്ളത്തിൽ ഇതാക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അത് കുറുകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മീനിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മാന്തൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെക്കാം. നമ്മുടെ മാന്തൽ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോ നമുക്ക് മസാല എങ്ങനെ തയ്യാറാക്കുന്നത്, നമ്മൾക്ക് കെമിക്കലൊന്നും ഇല്ലാതെ ചിക്കൻ മസാല അല്ലാതൊക്കെ മസാലകൾ നമുക്ക് കൂട്ടുകൾ വീട്ടിൽ ഉണക്കി പൊടിച്ചത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നായിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു.